ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അനന്തുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മീനാക്ഷി. ഈ സമയം അനന്തു അവളെ ഓരോന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അനന്തുവിനോട് മീനാക്ഷി ചോദിക്കുന്നുണ്ട്, എന്താ അനന്തുവേട്ടാ, ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ആവാനാണോ ഉദ്ദേശം? എനിക്കങ്ങനെ ആവണമെന്നൊന്നും ആഗ്രഹമില്ല, പക്ഷേ തനിക്ക് ചെറിയ മോട്ടിവേഷനൊക്കെ തരാനായിട്ട് എനിക്ക് സാധിക്കും. അല്ലെങ്കിൽ മീനാക്ഷി എന്തിനാ ഈ ചെറിയ പ്രായം വെറുതെ കളയുന്നത്? മീനാക്ഷിയുടെ കുഞ്ഞ് മീനാക്ഷിയിൽ നിന്നും പോയി, ശരി തന്നെയാണ്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങൾ മീനാക്ഷിക്കരികിലേക്ക് വരുമല്ലോ. എങ്ങനെയാണെന്നിങ്ങനെ മീനാക്ഷി ചോദിക്കുമ്പോൾ താനൊരു ടീച്ചറാവണം, അതിനുള്ള ശ്രമങ്ങൾ ഇന്ന് തന്നെ തുടങ്ങണമെന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടിട്ട് മീനാക്ഷി പറയുന്നുണ്ട്, എനിക്ക് അതിന് ആഗ്രഹമൊക്കെ ഉണ്ട്, എങ്കിൽ പിന്നെ ആഗ്രഹം മനസ്സിൽ വെച്ചിരിക്കാതെ എത്രയും പെട്ടെന്ന് പഠനം തുടങ്ങാൻ നോക്കും, എന്നിട്ട് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കണം. ഞാൻ നിന്നേക്കാൾ കൂടുതൽ ഡിപ്രഷൻ അടിച്ച വ്യക്തിയാണ്. ഒരു ദിവസം ഞാൻ ചിന്തിച്ചിട്ടടക്കമുണ്ട് ഈ ലോകത്തിൽ ഞാൻ ഒരു ഭാരമാണെന്ന്. പക്ഷേ അല്ല, ഞാൻ ഒരാൾ വിചാരിച്ചാൽ ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ള ഒരുപാട് ആളുകളാണ് ഇപ്പോൾ ലോകത്തിലെ അറിയപ്പെടുന്ന വ്യക്തികളായിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് താൻ ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചിരുന്നാൽ ശരിയാവില്ല, എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നോക്കണം, പഠിക്കണം എന്നൊക്കെ പറയുകയാണ്. മീനാക്ഷി ആണെങ്കിൽ അനന്തുവിൻ്റെ ആ ഒരു ഉപദേശം മുറുകെ പിടിക്കുന്നുണ്ട്. അവൾ പഠിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ ജയഗീതയ്ക്കൊപ്പം നമ്മുടെ കല്ലുമോളാണെങ്കിൽ നവനീത എന്ന പേരിൽ നീതുമോളായിട്ട് സന്തോഷകരമായി തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ജയഗീതയ്ക്കാണെങ്കിൽ കല്ലുമോൾ എന്ന് വെച്ചാൽ ജീവനും. പിന്നീട് ഇടയ്ക്കിടെ മുകുന്ദൻ പ്രതാപനും കൃഷ്ണയുമായിട്ട് സംസാരിക്കുന്നുണ്ട്. നവനീത മോളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് അവരെ വിളിക്കുന്നു. എന്തായാലും ഈ സമയം നമ്മുടെ മീനാക്ഷിയാണ് അവളുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അമ്പിളി ആവട്ടെ തന്നെ ഉപേക്ഷിച്ച് പോയ ഭർത്താവ് ഒരിക്കൽ തിരിച്ചു വരുമെന്ന് കരുതി പ്രതീക്ഷയോട് കൂടിയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ മീനാക്ഷി ഉറക്കമൊഴിച്ച് ഇരുന്നിങ്ങനെ പഠിക്കുന്നത് കാണുമ്പോൾ ചിറ്റയ്ക്കാണെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല. അവർ വന്നിട്ട് പറയുകയാണ്, മോളെ നാളെ പഠിക്കാം, ഇനി ചെന്ന് കിടന്നുറങ്ങുന്നൊക്കെ പറഞ്ഞ് മീനാക്ഷിയെ നിർബന്ധിച്ച് അകത്തേക്കൊക്കെ കയറ്റിക്കൊണ്ട് ഉറങ്ങാനായിട്ട് പറയുകയാണ്. എന്തായാലും 2 വർഷങ്ങൾക്ക് ശേഷം മുകുന്ദൻ പെട്ടെന്നൊരു സർപ്രൈസായിട്ട് കൃഷ്ണയുടെയും പ്രതാപൻ്റെയും ഫോണിലേക്ക് വിളിക്കുകയാണ്. പ്രതാപേട്ട, ഇതാ മുകുന്ദേട്ടൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് കൃഷ്ണയാണെങ്കിൽ പ്രതാപനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഫോൺ ഓൺ ചെയ്ത് സംസാരിക്കുകയാണ്. അതെ, ഞാനിപ്പോൾ വിളിക്കുന്നതേ പഴയ വടികുത്തി നടക്കുന്ന മുകുന്ദനായിട്ടല്ല, പുതിയൊരു മുകുന്ദനായിട്ടാണ്. എന്താ മുകുന്ദേട്ടൻ പറയുന്നതെന്നൊക്കെ പ്രതാപനും കൃഷ്ണയും ചോദിക്കുമ്പോൾ, അതെ, എനിക്കിപ്പോൾ ഒരു വടിയുടെയും ആവശ്യമില്ലടോ, ഞാൻ പുലിക്കുട്ടിയായിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. എനിക്ക് ഇപ്പം നന്നായിട്ട് നടക്കാൻ കഴിയും, ആരുടെയും സഹായം വേണ്ട. ഈ കയ്യിൽ ഫോൺ പിടിച്ചില്ലെങ്കിൽ 2 കൈയും വീശി ഞാൻ നടന്നേനെന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണയ്ക്കാണെങ്കിൽ പെട്ടെന്ന് കരച്ചിൽ വരികയാണ്. മുകുന്ദൻ്റെ ആ ഒരു പുരോഗതി അറിഞ്ഞിട്ട് കൃഷ്ണ കരയുന്നു. പ്രതാപം പറയുകയാണ്, അതെ, മുകുന്ദേട്ടൻ പറയുന്നത് കേട്ടിട്ട് ഇവിടെ ഒരാൾ കരയാൻ തുടങ്ങി. എന്തിനാ കൃഷ്ണയെ കരയുന്നത്? കരയണ്ട, പിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. ഇത് കേട്ടിട്ട് കൃഷ്ണയ്ക്ക് ഒത്തിരി സന്തോഷമാവുന്നു. അപ്പം മുകുന്ദേട്ടന് യാത്ര ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ലേ? ഒരു ബുദ്ധിമുട്ടില്ല, എനിക്ക് എൻ്റെ മോളെ കാണണം. എത്ര വർഷമായി എൻ്റെ മോളെ കണ്ടിട്ട്, എനിക്ക് അവളെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം, അവളോടൊപ്പം ഒരുപാട് സമയം ചിലവഴിക്കണം. ഇതൊക്കെ കേട്ടിട്ട് പ്രതാപനും കൃഷ്ണയ്ക്കും ഒത്തിരി സന്തോഷമാവുകയാണ്. ജയഗീതയ്ക്കൊപ്പം കല്ലുമോളെ ഈ അടിപൊളിയായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ, ഇനി കല്ലുമോൾ എന്നുള്ള പേര് പാടില്ല, നവനീത, എൻ്റെ നീതുമോളായിട്ട് വേണം അവൾ വളരാൻ. എന്നെക്കുറിച്ചൊക്കെ എൻ്റെ മോൾ ചോദിക്കാറുണ്ടോ? ജയഗീത എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് മുകുന്ദേട്ട. അപ്പോൾ ശരി, അടുത്ത സൺഡേ ഞാൻ അവിടേക്ക് വരുന്നതായിരിക്കുമെന്ന് പറയുമ്പോൾ കൃഷ്ണയ്ക്കും പ്രതാപനും ഒത്തിരി സന്തോഷമാവുകയാണ്. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം കൃഷ്ണയാണെങ്കിൽ കരയുകയാണ്. എന്തിനാണോ താൻ കരയുന്നത്? നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യമല്ലേ കേട്ടത്? മുകുന്ദേട്ടൻ ഇങ്ങോട്ട് വരും, നമ്മളെല്ലാവരെയും കാണാനായിട്ട്, പഴയ മുകുന്ദേട്ടനായിട്ടെന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണയ്ക്ക് ഒത്തിരി സന്തോഷമാവുകയാണ്. അവൾ കണ്ണൊക്കെ തുടച്ച് വെച്ചിരിക്കുകയാണ്. പിന്നീട് പ്രതാപനും കൃഷ്ണയും ചേർന്ന് ജയഗീതയുടെ വീട്ടിലേക്ക് നവനീത മോളെ കാണാനായിട്ട് പോകുന്നു. അങ്ങനെ തൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടാകുമോ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ, ഞാൻ നേരത്തെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കോളിംബെൽ അടിക്കാനായിട്ട് പോകുമ്പോഴേക്കും അവിടേക്ക് ജയഗീത വരികയാണ്. അതെ, കോളിംബെൽ അടിച്ച് ബുദ്ധിമുട്ടുന്നില്ല, ഇങ്ങോട്ട് വായോ, കയറിയിരിക്കുന്നൊക്കെ പറഞ്ഞ് ജയഗീത അവർ രണ്ടുപേരെയും അകത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് കല്ലുമോളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾ മിടിക്കുകയാണ്, നിങ്ങളെനിക്ക് തന്നിട്ട് പോയ കല്ലുമോളെന്നല്ല, ഇപ്പോൾ അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് അച്ഛനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ആൾ വരുമെന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സംഭവിക്കാൻ പോകുന്നു. മുകുന്ദേട്ടൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരും, അതായത് നെക്സ്റ്റ് സൺഡേ. ഇത് കേട്ട് ജയഗീതയ്ക്കും ഒത്തിരി സന്തോഷമാവുകയാണ്. അപ്പോൾ ആളുടെ ഹെൽത്തൊക്കെ ഓക്കെയാണോ? 10-15 സർജറിയാണ് കഴിഞ്ഞത്. ഇപ്പോൾ ആൾക്ക് ഒരു കുഴപ്പമില്ല, ഒരുപാട് വേദന സഹിച്ചു, എല്ലാം കല്ലുമോൾക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഇത് കേട്ട് ജയഗീതയ്ക്കും സങ്കടമാവുന്നു. എന്തായാലും മുകുന്ദേട്ടൻ ഒരുപാട് അനുഭവിച്ചു. ചേച്ചിയുടെ മരണം മുകുന്ദേട്ടന് സഹിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോൾ അത് എന്നോട് പറയണോ? കാരണം എൻ്റെ മുരളിയേട്ടനെ നഷ്ടപ്പെട്ട സമയത്ത് ഞാൻ ഇതൊക്കെ തന്നെ അനുഭവിച്ചതാണ്, ഇപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ പ്രതാപനും കൃഷ്ണയും ചോദിക്കുന്നുണ്ട്, മക്കൾ മുരളിയെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാറുണ്ടോ? ചെറിയ ആൾക്ക് വലിയ ഓർമ്മയില്ല, പക്ഷേ മൂത്ത ആൾക്ക് ചെറിയൊരു ഓർമ്മയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ജയഗീതയാണെങ്കിൽ കരയുകയാണ്. അല്ല, മക്കൾക്ക് ഇന്ന് ലീവാണോ എന്ന് പറഞ്ഞ് കൃഷ്ണയാണെങ്കിൽ സംസാരം മാറ്റുകയാണ്. ലീവാണ്, അവരിപ്പോൾ വരും,
കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് വരുമെന്ന് പറയുകയാണ്. പെട്ടെന്നാണ് കുട്ടികൾ വരുന്ന സൗണ്ട് കേൾക്കുന്നത്. വേഗം ജയഗീത പറയുന്നുണ്ട്, അവരും എത്തിയെന്നാണ് തോന്നുന്നത്. 3 പേരും പുറത്തേക്ക് പോകുന്നു. കല്ലുമോളാണെങ്കിൽ വളർന്നു വലുതായി പുതിയൊരു നവനീത മോളായിട്ടാണ് വരുന്നത്. അങ്ങനെ നവനീത കൃഷ്ണയെ കാണുമ്പോൾ തന്നെ ആൻറ്റി എന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. കൃഷ്ണയും ഉമ്മ കൊടുക്കുന്നു, നവനീതയും ഉമ്മ കൊടുക്കുന്നു. പിന്നെ പ്രതാപനെയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ ഗിഫ്റ്റൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്, അതായത് ട്രോഫി മറ്റുമൊക്കെ. ഇതൊക്കെ എന്ത് പ്രോഗ്രാമിനാണെന്ന് പറയുമ്പോൾ കല്ലുമോള് മറുപടി കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും അകത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ജയഗീത അന്നത്തെ വിശേഷങ്ങളെയൊക്കെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. കല്ലുമോൾ ഓരോന്നായിട്ട് പറയുന്നുണ്ട്. പിന്നീട് തൻ്റെ അച്ഛൻ വരുന്ന കാര്യം കല്ലുമോളോട് ജയഗീതയും കൃഷ്ണയും പ്രതാപനും പറയുമ്പോൾ വരുന്നുണ്ടോ, എപ്പോഴാണ് വരുന്നത്, അടുത്ത സൺഡേ വരുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ കേട്ട് ജയഗീതയുടെ ചെറിയ കുട്ടിക്ക് ചെറിയൊരു അസൂയൊക്കെ തോന്നുന്നുണ്ട്. കാരണം അച്ഛൻ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കല്ലുമോൾ പറയുന്നുണ്ട്, അച്ഛനെ ഞാൻ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്, സിനിമ നടനെ പോലെയല്ലേ. അതെ, മോള് നേരിട്ട് കാണുമ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് പ്രതാപം പറയുകയാണ്. അച്ഛൻ വരട്ടെ, എൻ്റെ ഈ ട്രോഫികളൊക്കെ കാണിച്ചു കൊടുക്കണമെന്ന് കല്ലുമോൾ ആവേശത്തോടെ പറയുമ്പോൾ വേഗം തന്നെ ജയഗീതയുടെ ചെറിയ കൊച്ചു ചെന്ന് ആ ട്രോഫിയൊക്കെ തന്നെ മനഃപൂർവ്വം തട്ടി താഴെ ഇടുകയാണ്. അത് മനസ്സിലാക്കുന്ന ജയഗീതയാണെങ്കിൽ ആ മോളെ ചീത്ത പറയുന്നുണ്ട്. മീനു എന്നാണ് പേര്. മീനു, നീ ഇതെന്തായി കാണിച്ചത്? അമ്മേ, അതറിയാതെ താഴെ വീണതാ. കല്ലുമോളാണെങ്കിൽ കരയാൻ തുടങ്ങുന്നു. എൻ്റെ ട്രോഫിയൊക്കെ പോയെന്ന് പറഞ്ഞും ജയഗീത പറയുന്നുണ്ട്. സാരല്ല, അറിയാതെ വീണതിൻ്റെ മൂടി ചെന്ന് എടുത്തു വെക്കുമെന്ന് പറയുകയാണ്. കല്ലുമോൾക്കാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. കല്ലുമോൾ കരയുന്നത് കാണുമ്പോൾ കൃഷ്ണയും കരയും. എന്തായാലും കൃഷ്ണയും പ്രതാപനും കല്ലുമോളെ മടിയിലിരുത്തി വെച്ചിട്ട് പറയുന്നുണ്ട്, മോള് വിഷമിക്കണ്ട കേട്ടോ, അച്ഛൻ വരുന്ന സമയത്ത് നമുക്ക് ഈ ട്രോഫിയൊക്കെ കാണിച്ചു കൊടുക്കാം, ഒന്നും പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കല്ലുമോളെ സമാധാനിപ്പിക്കുക. അങ്ങനെ ജയഗീതയ്ക്ക് മനസ്സിലാവുന്നുണ്ട് മിന്നു അത് മനഃപൂർവ്വം ചെയ്തതാണെന്ന്. എന്തായാലും അവരത് കൃഷ്ണയ്ക്ക് മുന്നിലും പ്രതാപന് മുന്നിലും കാണിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ എപ്പിസോഡിനായിട്ട്